ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ കഥ കൂടി കേൾപ്പിക്കാം. അതിന്റെ പേരാണ് ദേഷ്യക്കാരൻ മഹാരാജാവ്. വളരെ കാലം മുമ്പ് വിക്രംഗഡ് എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവായ വിക്രമാദിത്യൻ വലിയ ദേഷ്യക്കാരനായിരുന്നു. തീരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം ദേഷ്യത്തോടെ എടുക്കുന്ന നിർണയങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആ രാജ്യത്തെ പ്രജകൾക്കായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ പ്രധാന മന്ത്രിയായ സുജാൻ സിംഗുമൊത്ത് നദീതീരത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം നദിയെ നോക്കിക്കൊണ്ട് സുജാൻ സിംഗിനോട് ചോദിച്ചു, സുജാൻ സിംഗ്, ഈ നദി നമ്മുടെ രാജ്യത്തൂടെ കടന്ന് എവിടേക്കാണ് പോകുന്നത്? മഹാരാജാവേ, ഈ നദി നമ്മുടെ രാജ്യത്തുകൂടെ ഒഴുകി കിഴക്കുള്ള രാജ്യത്തേക്കാണ് പോകുന്നത്. ഓഹോ, അവിടുത്തുകാർ ഈ നദി കൊണ്ട് എന്താണ് ചെയ്യുന്നത്? മഹാരാജൻ, അവിടുത്തുകാരും നമ്മളെപ്പോലെ ഈ നദിയിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ രാജാവ് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? ഇത് നമ്മുടെ നദിയാണ്. നമ്മുടെ അനുമതിയില്ലാതെ ആരും ഈ നദിയിലെ ജലം ഉപയോഗിക്കാൻ പാടില്ല. വിക്രമാദിത്യനെ ദേഷ്യത്തോടെ കണ്ടപ്പോൾ സുജാൻ സിംഗ് പേടിച്ചുപോയി. അയാൾക്കറിയാമായിരുന്നു, എത്രയും വേഗം മഹാരാജാവ് ശാന്തനായില്ലെങ്കിൽ ദേഷ്യപ്പെട്ട അദ്ദേഹം എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമെന്ന്. അതിനാൽ അയാൾ മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, പക്ഷെ നദിയിലെ വെള്ളം... എന്നാൽ മഹാരാജാവ് മന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, സുജാൻ സിംഗ്, ഇന്ന് തന്നെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ഭിത്തി നിർമ്മിക്കണം. ഇന്നു മുതൽ നമ്മുടെ നദിയിലെ വെള്ളം കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ സുജാൻ സിംഗ് വല്ലാതെ പരിഭ്രമിച്ചു. അയാൾക്കറിയാമായിരുന്നു ഇതുമൂലം എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമെന്ന്. പക്ഷേ മഹാരാജാവിന്റെ കോപത്തിനു മുൻപിൽ അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അയാൾ കുറെ തൊഴിലാളികളെ കൊണ്ട് രാജ്യ അതിർത്തിയിൽ കരുത്തുറ്റൊരു ഭിത്തി നിർമ്മിച്ചു. ഭിത്തി കണ്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. പക്ഷെ താമസിയാതെ അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന്റെ ഫലം രാജ്യവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നു. നദിയുടെ മുന്നിലായി ഭിത്തി പണിതതിനാൽ നദിയിലെ വെള്ളം മുഴുവൻ അവരുടെ വയലുകളിലേക്ക് ഒഴുകി. അങ്ങനെ അവരുടെ കൃഷിയെല്ലാം നശിച്ചു. ഇതിൽ ദുഃഖിതരായ കുറെ പേർ സുജാൻ സിംഗിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സുജാൻ സിംഗ് ജി, നദിയിലെ വെള്ളം ആദ്യം ഞങ്ങളുടെ വിളയെല്ലാം നശിപ്പിച്ചു. ഇപ്പോഴത് ഞങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇത് ഇങ്ങനെ തുടർന്നാലേ ഞങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി ചത്തുപോകും. ദയവായി അങ്ങ് എന്തെങ്കിലും ചെയ്താലും. സുജാൻ സിംഗ് അവരുടെ എല്ലാം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാം വിഷമിക്കാതിരിക്കൂ, ഞാൻ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താം. സുജാൻ സിംഗിന്റെ ഈ ഉറപ്പിന്മേൽ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ സുജാൻ സിംഗ് ആലോചിക്കാൻ തുടങ്ങി. മഹാരാജാവ് വലിയ ദേഷ്യക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ പോയാല് അദ്ദേഹം എന്നെ കൊന്നുകളയും. അപ്പോഴാണ് അയാൾക്കൊരു ബുദ്ധി തോന്നിയത്. അയാൾ തന്റെ വീട്ടിൽ പോയി സുഖമായി ഉറങ്ങി. പാതിരാത്രിയായപ്പോൾ അയാൾ ഉണർന്ന് കൊട്ടാരത്തിൽ വസിക്കുന്ന രാം സേവകിന്റെ അടുത്ത് ചെന്നു. രാം സേവക് ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ വലിയൊരു മണി ഉറക്കെ മുഴക്കുമായിരുന്നു. അങ്ങനെയാണ് മഹാരാജാവും മറ്റുള്ളവരും പ്രഭാതമായെന്നും എണീക്കാൻ സമയമായെന്നും അറിഞ്ഞിരുന്നത്. സുജാൻ സിംഗ് രാം സേവകിനോട് പറഞ്ഞു, രാം സേവക്, നേരം വെളുത്തു, മണി മുഴക്കൂ. ഇത് കേട്ടപ്പോൾ രാം സേവക് പറഞ്ഞു, മന്ത്രിജി, ഇപ്പൊ പാതിരാത്രി ആയിട്ടേ ഉള്ളൂ. മഹാരാജാവ് അറിഞ്ഞാൽ എന്നെ കൊന്നുകളയില്ലേ അദ്ദേഹം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. സുജാൻ സിംഗ് ഇങ്ങനെ പറഞ്ഞത് രാം സേവകിന് വിശ്വാസമായി. അയാൾ ഉച്ചത്തിൽ മണി മുഴക്കി. മണി മുഴങ്ങിയതോടെ എല്ലാവരും ഉണർന്നു. മഹാരാജാവും ഉണർന്ന് കൊട്ടാരത്തിന് വെളിയിൽ വന്നു. അദ്ദേഹം പുറത്തു വന്ന് നോക്കിയപ്പോൾ നാലുപാടും നല്ല ഇരുട്ടായിരുന്നു. സൂര്യന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് ദേഷ്യത്തോടെ അദ്ദേഹം രാം സേവകിനോട് പറഞ്ഞു, രാം സേവക്, നിനക്ക് കണ്ണു കാണാതായോ? കാണാൻ മേലെ ഇതിപ്പോ അർദ്ധരാത്രിയാണെന്ന്. ഇത് കേട്ടപ്പോൾ രാം സേവക് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. മഹാരാജാവേ, ഞാനിതെല്ലാം... അപ്പോൾ സുജാൻ സിംഗ് ഇടയ്ക്ക് ഏറി പറഞ്ഞു, മഹാരാജാവേ, ഇതിൽ രാം സേവക് തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാം സേവക് എന്നത്തെയും പോലെ തന്നെയാണ് മണി മുഴക്കിയത്. തോന്നുന്നത് അങ്ങ് കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള വെള്ളം തടഞ്ഞിരുന്നല്ലോ, അതുപോലെ അവിടുത്തുകാരും അവരുടെ ദിക്കിൽ നിന്നുദിക്കുന്ന സൂര്യനെ തടഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനാൽ നമുക്കിനി നിലാവിന്റെ വെളിച്ചത്തിൽ തന്നെ കഴിയേണ്ടി വരും. ഇത് കേട്ടപ്പോൾ മഹാരാജാവ് കൂടുതൽ കോപിഷ്ഠനായിക്കൊണ്ട് പറഞ്ഞു, കിഴക്കൻ രാജ്യത്തുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? സുജൻ സിംഗ്, സേനയെ തയ്യാറാക്കൂ. നമുക്ക് ഇന്നു തന്നെ കിഴക്കുള്ള സേനയെ ആക്രമിക്കണം. പക്ഷേ മഹാരാജൻ, ഈ ഇരുട്ടത്ത് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കും? തയ്യാറെടുപ്പില്ലാതെ യുദ്ധത്തിന് പോയാല് നമ്മുടെ തോൽവി ഉറപ്പാണ്.
അപ്പോൾ നാം എന്തു വേണമെന്നാണ്? ഇങ്ങനെ സൂര്യനില്ലാതെ കഴിയണോ? നമുക്കിങ്ങനെ ഇരുട്ടത്ത് കഴിയാനാവില്ല. എങ്കിൽ രാജാവേ, ഇതിനൊരൊറ്റ മാർഗമേയുള്ളൂ. എന്തു മാർഗം? നമ്മൾ കിഴക്കൻ രാജ്യങ്ങൾക്കായി വെള്ളം വിട്ടുകൊടുത്താല് കിഴക്കൻ രാജ്യത്തുള്ളവർ നമുക്ക് വേണ്ടി സൂര്യനെയും വിട്ടുതരും. ഇല്ല, നാം നമ്മുടെ ജലം ആർക്കും വിട്ടുകൊടുക്കില്ല. ഇതിന് സുജാൻ സിംഗ് വളരെ സമർത്ഥമായി മറുപടി പറഞ്ഞു. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് മഹാരാജാവേ. നാം നമ്മുടെ ജലം ആർക്കും സൗജന്യമായി കൊടുക്കരുത്. പക്ഷേ നദിയിലെ ജലത്തിന് പകരമായി നമുക്ക് കിഴക്കൻ രാജ്യങ്ങളുമായി സൂര്യനെ വ്യാപാരം ചെയ്യാമല്ലോ. വിക്രമാദിത്യന് സുജാൻ സിംഗിന്റെ ഈ നിർദ്ദേശം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് സമ്മതിച്ചു. ശരി സുജാൻ സിംഗ്, നിങ്ങൾ വേഗം തന്നെ ആ ഭിത്തി പൊളിക്കൂ. എന്നിട്ട് കിഴക്കൻ രാജ്യങ്ങൾക്ക് സന്ദേശം അയക്കൂ. ഇന്നു തൊട്ട് നമ്മൾ അവർക്ക് ജലം കൊടുക്കും, പകരം അവർ നമുക്ക് സൂര്യന്റെ പ്രകാശം നൽകണമെന്ന്. വിക്രമാദിത്യൻ ഇങ്ങനെ പറഞ്ഞ ഉടനെ സുജാൻ സിംഗ് ഭിത്തി പൊളിച്ചു. ഭിത്തി പൊളിച്ചപ്പോഴേക്കും ശരിക്കും സൂര്യൻ ഉദിക്കാനുള്ള സമയവുമായി. കാണെ സൂര്യപ്രകാശം രാജ്യമെങ്ങും പരന്നു. നദിയിലെ വെള്ളം മുഴുവൻ വയലുകളിലും വീടുകളിലും നിന്നൊഴുകി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയി. നദി വീണ്ടും പഴയതുപോലെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: ഏത് ബുദ്ധിമുട്ടിനും എന്തെങ്കിലും ഒരു പ്രതിവിധി തീർച്ചയായും ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.